ഗുരുഭ്യോ നമ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് 23ാമത്തെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ വിശേഷങ്ങളും മറ്റുമാണ്. അവിട്ടം നക്ഷത്ര പുരുഷന്മാർ മിക്കവരും ധനഭാഗ്യ യോഗമുള്ളവരും നല്ല ശരീരപ്രകൃതിയും ആരോഗ്യമുള്ളവരും ആയിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി അവർക്കുണ്ടാകും. പൊങ്ങച്ച സ്വഭാവവും ചിലരിൽ കണ്ടുവരുന്നു. കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള യോഗം മിക്കവാർക്കും ഉണ്ടാവും. കലാപ്രവർത്തനങ്ങളിൽ താല്പര്യവും അതിൽ ശോഭിക്കാനുമുള്ള യോഗം കണ്ടുവരുന്നവരിൽ എന്ത് ജോലി ചെയ്യുവാനും ഇവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത സ്വഭാവമായിരിക്കും ഇവരുടേത്. ഇവരിൽ ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാകും. വിദ്യാഭ്യാസത്തിലും ബുദ്ധി ശക്തിയിലും കർമ്മ കുശലതയിലും ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും. അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരാകും. ശത്രുക്കളോട് യഥാസമയം പകരം വീട്ടാനുള്ള മനസ്ഥിതി ഇവർക്കുണ്ടാവും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അഥവാ ജോലി ചെയ്താൽ തന്നെ അത് അധികം കാലം മുമ്പോട്ട് കൊണ്ടുപോകുകയുമില്ല. സുഹൃത്തുക്കൾ കൂടുതലായിരിക്കും ഇവർക്ക്. പെട്ടെന്ന് ഉള്ള കോപശീലവും ഇത് അവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നു. കുടുംബ യോഗവും വാഹന യോഗവും ഇവർക്ക് ഉണ്ട്. അധികാരപ്രാപ്തിയുള്ള തൊഴിലുകൾ ലഭിക്കുവാനും ചിലർക്ക് യോഗമുണ്ട്. സർക്കാർ സംബന്ധ തൊഴിലിനും യോഗം ഉള്ളതായി കണ്ടുവരുന്നു. വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാവും. അലങ്കാര ആഡംബര പ്രിയത്വം കൂടുതലായിരിക്കും. വരവറിയാതെ ചെലവ് ചെയ്യുന്ന ശീലം മിക്കവരിലും ഉണ്ട്. ചിലർക്ക് ലൈംഗിക കാര്യങ്ങളിലും മദ്യത്തിലും താല്പര്യം കൂടുതലായി കണ്ടുവരുന്നു. ജീവിത വിജയത്തിനായി ഈ ശീലങ്ങളിൽ നിന്ന് ഇവര് പിന്മാറേണ്ടത് അത്യാവശ്യമാണ്. രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ മിക്കവരും അത്ര ശ്രദ്ധിക്കാറില്ല. അവനവന്റെ ആരോഗ്യ കാര്യങ്ങളിൽ, മറ്റുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒടിവ്, ചതവ്, ക്ഷതങ്ങൾ ഇതൊക്കെ ജീവിതയാത്രയിൽ ഇവർക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലരിൽ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറി മാറി വരുന്നതായും കണ്ടുവരുന്നു. ഉള്ളിലൊന്ന് പുറത്തൊന്ന് എന്ന ചിന്താഗതിക്കാരായിരിക്കും മിക്കവാറും പേർ. സ്ത്രീ സന്താനം കൂടുതൽ ചിലരിൽ കണ്ടുവരുന്നു. ചിലരിൽ വളരെ രോമാവൃതമായ ശരീരപ്രകൃതി കാണാം. കുടുംബജനങ്ങളെ കൊണ്ട് മിക്കവർക്കും ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതം ശോഭനമായിരിക്കും. സന്താന സുഖം ഉണ്ടാവും. രതിസുഖ ഹാനി ചിലർക്ക് അനുഭവത്തിൽ വരുന്നതായി കണ്ടുവരുന്നു. പൂർവ്വ സ്വത്തുക്കൾക്ക് യോഗമുണ്ട്. വിദേശ വാസവും വിദേശത്തുള്ള തൊഴിലിനും യോഗം കാണുന്നുണ്ട് മിക്കവാറും ആൾക്കാർക്ക്. ഇവരുടെ ഭാര്യമാരിൽ മിക്കവരിലും സൗന്ദര്യം, ആരോഗ്യമുള്ള ശരീരപ്രകൃതി, തടിച്ച ശരീരം, വെളുപ്പ് നിറം എന്നിവ കണ്ടുവരുന്നു. വാക്കുകളിൽ മിതത്വം, ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വഭാവം എന്നിവയും ഇവരിൽ കാണുന്നുണ്ട്. ലൈംഗിക സുഖഹാനിയും ലൈംഗിക താല്പര്യക്കുറവും ചിലരിൽ കണ്ടുവരുന്നു. അവിട്ടം നക്ഷത്രക്കാരുടെ ഭാര്യമാരിൽ. അവിട്ടം നക്ഷത്ര സ്ത്രീകൾ മിക്കവരും സൗന്ദര്യവതികളും ഉയരമില്ലാത്ത ഉരുണ്ട ശരീരപ്രകൃതി ഉള്ളവരും ആയിരിക്കും. ഇവരിൽ ചിലർക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ പുരുഷ മനസ്സുകൾക്ക് ഇഷ്ടം തോന്നത്തക്ക ശരീരപ്രകൃതിയും രൂപലാവണ്യവും ഉള്ളവരായിരിക്കും. ഇവർ ആഭരണങ്ങളിൽ താല്പര്യമുള്ളവരാകും. വീടും പരിസരവും നന്നായി വൃത്തിയായി കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നു. ഈശ്വര വിശ്വാസവും കുടുംബജീവിത സൗഖ്യവും ഭർത്തൃഭാഗ്യം, സന്താന സുഖം ഇതൊക്കെ ഈ സ്ത്രീകളിൽ ഉണ്ടാവും. അവിട്ടം നക്ഷത്ര സ്ത്രീകളിൽ ആഹാരപ്രിയരായിരിക്കും. രൂപസൗന്ദര്യം, ഐശ്വര്യം എന്നിവ എപ്പോഴും ഉണ്ടാവും.
ഇവരുടെ ഭർത്താക്കന്മാരിൽ ചിലർ ലൈംഗിക ബലഹീനതകൾ ഉള്ളവരായി കണ്ടുവരുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് വ്യാപാര വ്യവസായങ്ങൾ, പോലീസ്, പട്ടാളം, ഫയർഫോഴ്സ്, സേവന മേഖലകൾ, ആശുപത്രി, ഡോക്ടർ, ഇലക്ട്രോണിക്സ്, ദൃശ്യ വാർത്ത മാധ്യമങ്ങൾ, ജേർണലിസം, വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് രക്തസമ്മർദ്ദം, ഹൃദയരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ശരീര തളർച്ച, കരൾ രോഗങ്ങൾ, വാതസംബന്ധമായ രോഗങ്ങൾ, അർശസ്, ദന്തരോഗങ്ങൾ, നയനരോഗങ്ങൾ, വാതസംബന്ധ രോഗങ്ങൾ, പ്രമേഹം, വൃക്കയിൽ കല്ല്, അസ്ഥി രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങളിൽ ചിലത് ഇവരെ ബാധിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണുവാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.